നക്സൽ നേതാവ് വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. കോതമംഗലം വാടാട്ടുപാറയിലുള്ള മകളുടെ വീട്ടിലായിരുന്നു മുൻ നക്സൽ നേതാവ് വെള്ളത്തൂവൽ സ്റ്റീഫന്റെ അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കോട്ടയം ജില്ലയിലെ കങ്ങഴയ്ക്കടുത്തുള്ള ചുണ്ടമണ്ണിൽ തറവാട്ടിൽ സക്കറിയുടെയും അന്നമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം. പിന്നീട് വെള്ളത്തൂവലിലേക്ക് കുടിയേറുകയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പിതാവിൻ്റെ വഴിയെ പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. പാർട്ടി പിളർന്നപ്പോൾ CPIയിൽ തന്നെ നിന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ പിന്നീട് നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് മാറുകയായിരുന്നു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെയാണ് പ്രസ്ഥാനത്തിൽ സജീവമായത്. 1971 സ്റ്റീഫൻ അറസ്റ്റിലായി. കൊലക്കേസ് ഉൾപ്പെടെ 18 കേസുകളിൽ ഈ സമയം പ്രതിയായിരുന്നു. കേരളത്തിലുടനീളം നക്സലൈറ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ജയിലിൽ വെച്ച് തന്നെ ചാരു മജുംദാറിന്റെ ഉന്മൂലന മാർഗത്തെ ഉപേക്ഷിച്ചു. സായുധ പോരാട്ടം ഉപേക്ഷിച്ച അദ്ദേഹം പിന്നീട് ഇടുക്കി ജില്ലയിലെ ചേലച്ചുവട്ടിൽ ഒരു തയ്യൽ കട നടത്തിയാണ് ജീവിതം നയിച്ചത്. കുറച്ചുകാലം സുവിശേഷ പ്രവർത്തനങ്ങളിലും അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രചോദനം, അർത്ഥബിംബം, മേഘപാളിയിലെ കൽപ്പാടുകൾ, കനൽ വഴികൾ കടന്ന്, ഒരു ദൈവസാക്ഷ്യം എന്നിവയാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. വെള്ളത്തൂവൽ സ്റ്റീഫന്റെ ആത്മകഥ എന്ന പേരിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നക്സൽ പ്രസ്ഥാനത്തിലെ തൻ്റെ അനുഭവങ്ങളും ജയിൽ ജീവിതവും പിന്നീടുണ്ടായ മാറ്റങ്ങളും ഇതിൽ വിവരിക്കുന്നു.